കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛൻ ജീവനോട് എഴുന്നേറ്റ് വന്ന് ഈ സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞ പോലും എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ ഞാൻ നിൽക്കില്ല. ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോയാണ്. പക്ഷെ അച്ഛന്റെ മരുമോളായിട്ട് ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കൊരിക്കലും അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയില്ല അച്ഛ. എന്നോട് ക്ഷമിക്ക അച്ഛ. ദയവേത് അച്ഛൻ എന്നോട് ക്ഷമിക്കും. നിങ്ങളോട് ആരാ ഇവിടെ അകത്ത് കിടക്കാൻ പറഞ്ഞ? ഇനി ആരും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബോർഡ് നിങ്ങൾ തന്നെയല്ലേ ഏൽപ്പിക്കാൻ പോകുന്നത്. പിന്നെന്താ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലെന്നുണ്ടോ? പുറത്തിറങ്ങി നിൽക്ക്, ഡോക്ടർ വരാൻ സമയമായി. പുറത്തേക്ക് പോ. ഒരു മിനിറ്റ്. നിങ്ങളൊന്ന് പോ. നിങ്ങൾ ഇറങ്ങുന്ന എന്താ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയെന്ന് ഡിക്ലെയർ ചെയ്തതിനു ശേഷം എങ്ങനെ ജീവിക്കാനാ? ജീവനുണ്ട്, അച്ഛന് ജീവനുണ്ട്. നിങ്ങളൊന്ന് ഇറങ്ങി. അച്ഛൻ കാലടക്കുന്നത് പറയുന്ന കേക്ക്. കണ്ടതാ. ഒന്നിന് 100 തവണ ചെക്ക് ചെയ്തിട്ടാ ഡോക്ടർമാർ ഒരു ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഒന്ന് പറയുന്ന കേക്ക്. അയ്യോ, ഞാൻ കണ്ടതാ. അച്ഛൻ കാലടക്കുന്നത് ഞാൻ കണ്ടതാ. അച്ഛൻ കാലണിക്കായിരുന്നു, സത്യമായിട്ടും കാലണിക്കായിരുന്നു. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ജീവനുള്ള മനുഷ്യൻ ഇങ്ങനെ അനങ്ങാതെ ഇത്രയും നേരം കിടക്കുവോ? എവിടെ നോക്കട്ടെ. ഒന്നുകൂടെ കാലനക്കുന്ന എന്നെ ഒന്ന് കാണിച്ചേ. ഡോക്ടർ, എന്താ പറ്റി? ഇങ്ങനെ കാലനക്കുന്നു ഡോക്ടർ. അവിടെ അച്ഛന് ജീവൻ തിരിച്ചു കിട്ടി. സത്യമാണ് നീ പറഞ്ഞേ. ദാസന്റെ ജീവനുണ്ടെന്നാണ്. എന്താ മോളെ നീ പറയുന്നേ? എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്നോ? അച്ഛൻ ജീവനോടെ ഉണ്ട് അച്ഛമ്മ. ഞാൻ കണ്ടതാ. അച്ഛൻ കാലടക്കുന്നത് ഞാൻ കണ്ടതാ. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല മോളെ. നീ കാരണമായി എന്റെ മോന്റെ ജീവൻ പോയതെന്ന് എല്ലാരും പറഞ്ഞു. ചത്തവൻ എങ്ങനെ ജീവിക്കാനാ? ഈ വൈദേഹിക്ക് എന്തെങ്കിലും മന്ത്രവാദം അറിയോ? ഇനിയിപ്പോ ഇവള് വല്ല യക്ഷിയോ പിശാശോ മറ്റോ ആണോ? വൈദേഹി, എന്റെ മോൻ മരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണോ മോളെ? നീ ഒരിക്കലും ഞങ്ങളുടെ വീടിന്റെ ശനിയല്ല മോളെ. ഭാഗ്യദേവതയാ, ഭാഗ്യദേവത. ഈശ്വരൻ എന്തായാലും രക്ഷപ്പെടുത്തിയില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ? അകത്തേക്ക് പോവാം, നമുക്ക് നോക്കാം.
എല്ലാം കേട്ടല്ലോ അല്ലേ? ദേവേട്ടന്റെ അച്ഛന് ജീവൻ അപകടമൊന്നും പറ്റിയിട്ടില്ല. ദേവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നടന്ന കാര്യങ്ങൾക്ക് ദേവേട്ടനാണ് കാരണമെന്ന് ഇനി ചിന്തിക്കുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട. ദേവേട്ടൻ ചെന്ന് അച്ഛനെ കണ്ട് സന്തോഷിക്കും. വരാന്ന് പറഞ്ഞ ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാ. ഇത് ഞങ്ങളുടെ പരമ്പരയുടെ പുണ്യം. അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയം അത്. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ദൈവം അദ്ദേഹത്തെ വിളിച്ചില്ല എന്നോർത്ത് സങ്കടപ്പെടുമായിരുന്നു. ഇനിയിപ്പോ ഏട്ടന്റെ ജീവൻ അപകടമൊന്നുമില്ലല്ലോ അല്ലേ? അപകടനില തരണം ചെയ്തില്ലേ? ജീവൻ അദ്ദേഹത്തിന് തിരികെ കിട്ടിയെന്നേ ഉള്ളൂ. ശരീരത്തിലെത്തിയ വിഷാംശം അവിടെ തന്നെയുണ്ട്. അതെന്താ ഡോക്ടറെ? ഇനി മരണം വരെ ഇദ്ദേഹം ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഇനി എഴുന്നേറ്റിരിക്കാനും മിണ്ടാനും സ്വന്തം ദിനചര്യകൾ ചെയ്യാനും ഒന്നും ഇദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല. അദ്ദേഹം മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ടു മുൻപത്തെ ഒരവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഇക്കാര്യം പറയാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പോഴേക്കും ജീവൻ പോയെന്നാണ് സയന്റിഫിക്കലി ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ തിരികെ പഴയ സ്ഥിതിയിലേക്ക് എത്തിയെന്നേ ഉള്ളൂ. എത്ര നാൾ അങ്ങനെ ഉണ്ടാവും? അച്ഛൻ എപ്പോഴും എഴുന്നേക്കാൻ പറ്റുക? അത് പറയാൻ സാധിക്കില്ല. ഇനിയും ഇയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടന്നല്ലാതെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. നോ ഡോക്ടർ, എത്ര വലിയ രോഗാവസ്ഥയ്ക്കും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ലോകത്തിന്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. എത്ര പണം ചെലവായാലും സാരമില്ല. എന്റെ അച്ഛൻ പഴയതുപോലെ തിരികെ വരണം. അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് ഇത് പറയായിരുന്നില്ലേ. എന്നെങ്കിലും ഒരിക്കല് അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നന്നായി. ജീവനുണ്ടെങ്കിലും വാ തുറന്നൊന്നും പറയില്ലല്ലോ. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ? നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ.
അമ്മേ അമ്മേ കരയാതിരിക്കമ്മേ. എന്തായാലും ഇനി ഈ ലോകത്തില്ലെന്ന് കരുതി നമ്മുടെ അച്ഛൻ ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ? അത് വലിയൊരു കാര്യല്ലേ. ഇനി നമ്മളെ കരയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കാം. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടമ്മേ. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ എഴുന്നേറ്റ് വരും. മരണത്തെ പോലും വിജയിച്ച വ്യക്തിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. ഇനിയുള്ളതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളല്ലേ, അതൊക്കെ തരണം ചെയ്യാൻ അച്ഛനെ കൊണ്ട് പറ്റുമമ്മേ. അച്ഛൻ പഴയ സ്ഥിതിയിലാവുമെന്ന് വിശ്വസിക്കാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निश्चित जनप्रिय दानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले विधिशङ्करेन्द्रवनिताभिरर्चिते वृषशैलनाथ दयिते दयानिधे अत्यादिसप्तर्षयः समुपास्य सन्ध्याम् आकाशसिन्धुकमलानि मनोहराणि आदाय पादयुगमर्चयितुं प्रपन्नाः शेषाद्रिशेखर विभो तव सुप्रभातम् पञ्चाननाब्ज भव षण्मुखवासवाद्याः त्रैविक्रमादिचरितं विबुधास्तुवन्ति भाषापतिः पठति वासरशुद्धिमारात् शेषाद्रिशेखर विभो तव सुप्रभातम् ईषत्प्रफुल्ल सरसीरुहनारिकेळपूगद्रुमादिसुमनोहर पालिकानाम् आवाति मन्दमनिलः सह दिव्यगन्धैः शेषाद्रिशे എന്താ വിശേഷം കൗസല്യേ? വീട് മുഴുവൻ തോരണം കെട്ടി സാമ്പ്രാണി തിരിയൊക്കെ പുകച്ച്. ഇന്ന് വിശേഷ ദിവസമൊന്നും അല്ലല്ലോ. എന്താന്നറിയില്ല, ഞാൻ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി കയറിയപ്പോ വിളക്കാരോ കൊളുത്തിയിട്ടുണ്ട്. അപ്പൊ നീയല്ലേ ഇതൊക്കെ ചെയ്തേ? പിന്നെ ആരായിരിക്കും ഇത്? ഇന്ദുമ്മയും ചെയ്തിട്ടില്ല, കൗസല്യമ്മയും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് രണ്ട് മരുമക്കളാ. മൂത്ത മരുമകൾ ഊർമിളേട്ടത്തേക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പൊ ഉറപ്പായിട്ട് ഇത് ഇളയ മരുമകളുടെ പണിയായിരിക്കും. ശ്രീയോ? അതെ അമ്മേ, അച്ഛന്റെ അസുഖം ഭേദമാകണേന്ന് പ്രാർത്ഥിച്ച് നേരം വെളുത്തപ്പോ തന്നെ എഴുന്നേറ്റ് പൂജ ചെയ്തതായിരിക്കും. ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി മോളെ. നീയാ എന്റെ മരുമോളെന്ന് എനിക്കറിയാം.
അച്ഛൻ സത്യം മനസ്സിലാക്കി. ദേവേട്ടന് പട്ടാഭിഷേകം നടത്തി കൊടുത്തതിൽ ഞാൻ സന്തോഷിക്കണം, അതോ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തതിന്റെ പേരിൽ വിഷമിക്കണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛ. ഇതെന്റെ സ്വന്തം വീടാ, എന്റെ ജീവിതം ഇത്. പക്ഷെ ഇവിടെ ജീവിക്കണമെന്ന് എന്റെ തലയിൽ എഴുതിയിട്ടില്ലല്ലോ അച്ഛ. എന്റെ തലയിലെഴുത്ത് നന്നായിരുന്നെങ്കിൽ സത്യം മനസ്സിലായതും അച്ഛനിൽ നിന്ന് വാ തുറന്നത് എല്ലാവരോടും പറയാനുള്ള അവസരം എന്തിനാണ് ദൈവം തട്ടിക്കളഞ്ഞത്? അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ എന്റെ അച്ഛന്റെ പേരിൽ ഞാൻ കൊടുത്ത വാക്കുപോലും മറികടക്കാനുള്ള അവസരം ഉണ്ടാക്കി ദേവേട്ടനോടൊപ്പം എന്നെ ചേർത്ത് വെക്കുന്ന എനിക്കറിയാം. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യമില്ലാതെ പോയി. അതുകൊണ്ടല്ലേ ഇങ്ങനെ. ഇങ്ങനൊരവസ്ഥയില് ഞാൻ എന്ത് തീരുമാനം സ്വീകരിച്ചാലും അത് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നീയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയായിരുന്നു. വിഷമാവസ്ഥയിലും സന്തോഷം പകരാൻ നിനക്ക് മാത്രമേ കഴിയൂന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഞാനാണെന്ന് ഞാൻ വിചാരിച്ചേ.